സംസ്ഥാനത്ത് കാലവർഷം 4 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്നു പെയ്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായി. കോഴിക്കോട് കാരാട് ആൽമരം വീടിന് മുകളിൽ കടപുഴകി വീണു. സംസ്ഥാനത്ത് കടലാക്രമണ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി 8:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് ഈവനിങ്. അങ്ങനെ കാലവർഷം ഇങ്ങെത്തിയില്ലേ? കാലവർഷത്തിന് മുമ്പ് മറ്റൊരു വർഷം കൂടി വന്നു എന്ന് തോന്നുന്നു. ഡോക്ടർ അരുൺ, കാലവർഷം ഇങ്ങെത്തി എന്ന് പറയാൻ സാധിക്കും. കാരണം നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത്, ഈ മാസം 27-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം വരിക എന്നതാണ്. സ്വാഭാവികമായും ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന മാസം, ആദ്യ ദിവസം മഴയൊക്കെ കൊണ്ടുപോകുന്ന ഓർമ്മകൾ കൂടി ഉള്ള ഒരു സമയമാണ്. പക്ഷേ ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതനുസരിച്ച് നേരത്തെ അവർ പ്രവചിച്ചതിനേക്കാൾ മുമ്പ് സംസ്ഥാനത്ത് കാലവർഷം എത്തും. അവർ ഇന്ന് നൽകിയ അനുസരിച്ച് 23-ാം തീയതിയോ 24-ാം തീയതിയോ സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയുണ്ട്. കർണാടക ഗോവ തീരത്തിന് മുകളിലായി ചക്രവാഴ ചുഴി വന്നിട്ടുണ്ട്. ആ ചുഴി ന്യൂനമർദ്ദമായി വടക്കോട്ട് നീങ്ങി വരുമ്പോൾ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒപ്പം നാളെ മുതൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴ കേരളത്തിലെ 14 ജില്ലകളിലും ഉണ്ടാകും എന്നും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്നവർ, ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളവർ ഒക്കെ ആ തരത്തിൽ മുൻകരുതൽ എടുക്കണം. അതാത് റവന്യൂ വകുപ്പ് ഏതെങ്കിലും സ്ഥലത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം. സ്കൂളുകളിൽ കൃത്യമായ വൈദ്യുതിയും മറ്റുമുണ്ടോ എന്ന് പരിശോധിച്ച് വെക്കണം എന്ന നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷം ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നാളെ രാത്രി 8:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്കാണ് സാധ്യത. വടക്കൻ കേരളത്തിൽ ഇന്ന് പെയ്ത മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടലാക്രമണ മുന്നറിയിപ്പുമുണ്ട്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക.